സൗദി ലീഗ് ഈസ് ബെറ്റർ ദാൻ MLS. റൊണാൾഡോ ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് എല്ലാവരും റൊണാൾഡോനെ വളഞ്ഞിട്ട് തൂക്കിയ, പിന്നെ സൗദി ലീഗ് എന്താണ് MLS-നായിട്ടും ബെറ്റർ ആവണത്. ചിലപ്പോൾ റാങ്കിങ് വെച്ച് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 1-2 റാങ്കിങ്ങിന് ചിലപ്പോൾ മുന്നിലാവും. പക്ഷേ MLS അങ്ങനെയാണ്, MLS തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എടുത്ത് പറയുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ഇതെടുത്ത് നോക്കുമ്പോൾ എന്താണ് ഇവർ തമ്മിൽ മത്സരിച്ചപ്പോൾ എന്താണ്, അതും ഇപ്പം നേരത്തെ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ തന്നെ അതും എങ്ങനെ മത്സരിച്ചത്, മെയിൻ പ്ലേയേഴ്സ് പോലും ഇല്ലാണ്ട്. ഇവരേൽ ജോർജ് ബുസ്കറ്റ്സ് എല്ലാവരും ഉണ്ട്. എന്നിട്ട് മറ്റേൽ അൽ നാസറിൽ മെയിൻ പ്ലേയേഴ്സായ മാനില്ല, അതേപോലെ തന്നെ മെയിൻ ഗോൾ കീപ്പർ ഇല്ല, റൊണാൾഡോ ഇല്ല, ആരും ഇല്ലാണ്ട് പോലും ഇവർക്ക് ജയിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവർ പറയണം മെസ്സി ഇറങ്ങാത്തോണ്ടാ ജയിച്ചെന്ന് പറഞ്ഞാലും മെസ്സി ഇറങ്ങിയിട്ടും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരു 6 മിനിറ്റിലേക്ക് എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ട, അതുപോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രക്കും എന്താ പറയാ, ഇപ്പം മെസ്സി വേഴ്സസ് റൊണാൾഡോ എന്നുള്ളതല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ എന്താണ് MLS അല്ലെങ്കിൽ MLS എന്ന് പറഞ്ഞ ലീഗ് സൗദിയായിട്ടും ബെറ്റർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ ഉള്ള വലിയൊരു തിരിച്ചടി എന്ന് പറയാം. അത്രക്കും എന്താ പറയാ, ഊമ്പിത്തെറ്റിയ അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ MLS ഉള്ള ആ ഒരു ടീം, അതായത് എന്താണ് ഈ ഇന്റർ മിയാമി പറഞ്ഞ ടീം ഒരിക്കലും അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അൽ നാസറിനായിട്ട് അല്ല അൽ ഹിലാലിനായിട്ട് കളിക്കാൻ വരരുതായിരുന്നു. കാരണം വന്നപ്പോ എന്തുണ്ടായത്, ഊമ്പിപ്പോയില്ലേ അവര്. അവര് ഊമ്പിപ്പോയില്ലേ. ആ ഊമ്പിപ്പോവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ കുടി കുത്തിരിക്കണായിരുന്നു. ഇവിടെ വന്നിട്ട് ഊമ്പല്ലേ ചെയ്യേണ്ടി.